കുറ്റിക്കുരുമുളക് ചെടി എങ്ങനെ നട്ട് വളർത്താം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിപണിയിലൊക്കെ വലിയ വിലയാണുള്ളത് കുരുമുളകിന്. അപ്പോൾ അത് നമുക്ക് വളരെ ലളിതമായി തന്നെ നമുക്ക് വീട്ടിൽ വളർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന തൈ ഞാൻ വാങ്ങിച്ചതാണ്, 100 രൂപ നിരക്കിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നടാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ പറമ്പിലെ മണ്ണ് കുറച്ചെടുക്കാം. കുറച്ച് കട്ടയൊക്കെ ഇരുന്നാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ആ മണ്ണെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചാണകപ്പൊടി, നമ്മൾ നല്ലതുപോലെ ചാണകപ്പൊടി ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെടിച്ചട്ടിയിൽ നിറയ്ക്കാവുന്ന അത്ര മണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഞാൻ എല്ലാ മലക്കറികൾക്കും ഇടാറുള്ളത്. അപ്പോൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ എപ്പോഴും ഒരു നീർവാഴ്ച അതിനകത്തേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ചെടിച്ചട്ടിയിലകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയല്ല കുരുമുളക് കൃഷി എന്ന് പറയുന്നത്. നമുക്ക് ഒരു 5 ചെടിച്ചട്ടിയിൽ കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കാൻ അത് മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ചേർക്കുന്നത് കമ്പോസ്റ്റാണ്, നന്നായിട്ട് ഉണങ്ങിയ മണ്ണിലെ കമ്പോസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരുപാട് വളങ്ങളൊന്നും നമ്മുടെ ഈ കുരുമുളകിന് ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളേലുള്ള പച്ചക്കറി വേസ്റ്റാണ് നിങ്ങളേലുള്ളതെങ്കിൽ അത് മാത്രം വെച്ച് കരിയിലയും പച്ചക്കറി വേസ്റ്റും എല്ലാം ചാണകവും കൂടെ ഇട്ട് മാത്രം നമുക്കിത് നടാൻ പറ്റും. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കരിയില എടുക്കുക. അപ്പോൾ നമ്മൾ ഈ മണ്ണിടുമ്പോഴത്തേക്കും കരിയില അങ്ങ് താന്നു, അതുകൊണ്ടാണ് ഈ ഒരു 1/4 ഭാഗത്തോളം കരിയില എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു മണ്ണ് അതിലേക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടി അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ ഗ്രോ ബാഗ്, അതായത് നഴ്സറി ബാഗ് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഈ ഒരു ലെവലിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ കാണുന്ന 4 ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു വളക്കൂട്ട് 4 ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. ഇതേപോലെ നഴ്സറി ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് കുരുമുളക് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതേ കണക്ക് ഈ രീതിയിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. നമ്മളെ മണ്ണൊന്നും കളയാതെ അതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മെല്ലെ ഇളക്കിയെടുത്ത് നമ്മളെ ചെടിച്ചട്ടിയിലെ അകത്തേക്ക് വെക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടിയുടെ അകത്തേക്ക് ഇറക്കി വെക്കണം. അതിനുശേഷം വേണം നമ്മുടെ ഈ മിക്സുകളെല്ലാം ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാൻ. 5 ചെടിച്ചട്ടിയിലോ 5 ഗ്രോ ബാഗിലോ നിങ്ങൾ തീർച്ചയായിട്ടും കുരുമുളക് നടണം. നല്ല കായ്ഫലം തരുന്ന ഒരു ചെടിയാണിത്. ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. നമ്മളെ വീട്ടാവശ്യം മാത്രമല്ല, നമുക്ക് അപ്പുറമോ ഇപ്പുറമോ ഒക്കെ ആർക്കെങ്കിലും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാനുള്ള കുരുമുളകും തീർച്ചയായിട്ടും 5 കുറ്റി കുരുമുളകിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മണ്ണ് മിക്സ് നിറയ്ക്കുമ്പോൾ ഇതേപോലെ നിറയെ ഒന്ന് നിറച്ചു കൊടുക്കുക. കാരണം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മെല്ലെ താന്നു പോകും. നമ്മൾ അടിഭാഗത്ത് കരിയിലയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് താന്നു പോകും. പിന്നെ നട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഇന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ 2 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഡെയിലി നമ്മളിതിന് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ കുരുമുളകിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇതേപോലെ കാച്ചു നിൽക്കുന്നതല്ലാതെ ചെറിയ കുരുമുളക് തൈ, കുറ്റിക്കുരുമുളകിൻ്റെ ചെറിയ തൈകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് 50 രൂപ നിരക്കിലൊക്കെ നമുക്ക് കിട്ടും. അത് വാങ്ങിച്ച് നട്ട് ഒരുപാട് കാലതാമസമില്ലാതെ തന്നെ കായ്ഫലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു കുറ്റിക്കുരുമുളക് നടുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടാവാത്ത ഒരു കൃഷിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ വീഡിയോ കണ്ട ഇന്ന് തന്നെ നിങ്ങൾ കുറ്റിക്കുരുമുളക് വാങ്ങിച്ച് തീർച്ചയായിട്ടും നടണം. ഒരെണ്ണം നട്ടിട്ട് ഒരു ഉപയോഗവും ഇല്ല. 5 എണ്ണമെങ്കിലും നമ്മൾ
നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി 5 തൈയെങ്കിലും നടേണ്ടതാണ്. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വീട്ടാവശ്യമുള്ള കുരുമുളക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു കൃഷി ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു കൃഷി രീതി പരിചയപ്പെടുത്തലുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.